welcome back. Today I will be discussing an important topic that is poem comparison. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പോയം കമ്പാരിസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പറയാറുള്ളത് അല്ലേ? സോ കുറേ പേർക്ക് സ്റ്റിൽ അതൊരു ഡൗട്ട് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ അപ്രീസിയേഷൻ എഴുതാൻ അറിയുന്ന ആൾക്കാരല്ലേ അല്ലേ? അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? പോയറ്റിന്റെ പേര്, തീം, മെസ്സേജ്, പോയറ്റിക് ഡിവൈസസ്, സ്ട്രക്ചർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെ? സോ ഇവിടെ ഒന്നുമില്ല, അത് വേറൊരു പോയം കൂടെ തന്നിട്ടുണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് ആ ഒരു പോയം കാണുന്ന സമയത്ത് അവിടെയുള്ള പോയറ്റിക് ഡിവൈസസും സ്ട്രക്ചറും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ എന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ തന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് പഠിച്ചൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ നിങ്ങൾ ആദ്യം ഇതിലുള്ള മെസ്സേജ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ സെക്കൻഡ് പോയമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പോയത്തിലെ തീം പറയുന്നു, മറ്റേ പോയത്തിലെ തീമായിട്ട് കമ്പയർ ചെയ്യുന്നു, പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഇതേപോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്ര പണിയുള്ളൂ ശരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ബ്ലൂ പ്രിന്റ്, ചെറിയൊരു സ്കെച്ച് നോക്കാം എങ്ങനെയാണ് നിങ്ങളത് എഴുതേണ്ടെന്നുള്ളത്. ഓക്കെ, ഹോപ്പ് യു ആർ റെഡി. സോ ലിസൺ. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ദ വെൽ നോൺ പോയം, അതായത് നിങ്ങൾ പഠിച്ച പോയം നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. റിട്ടൺ ബൈ ദ റിനൗണ്ട് പോയറ്റ്, നിങ്ങൾക്ക് അത് ആരാ എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾ അവിടെ കൊടുക്കുക. ടെൽസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ്, അല്ലെങ്കിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ്, ഇത് നിങ്ങൾ പഠിച്ച പോയത്തിനെ പറ്റിയിട്ടാണ് പറയണ്ടേ. ദ വെൽ നോൺ പോയം ഡാഷ് റിട്ടൺ ബൈ ദ റിനൗണ്ട് പോയറ്റ്, ആരാണോ എഴുതി, ഇപ്പൊ മെന്റിംഗ് വാൾ ആണെങ്കിൽ റൈറ്റ് മെന്റിംഗ് വാൾ, റിട്ടൺ ബൈ ദ റിനൗണ്ട് പോയറ്റ് ഡാഷ് ടെൽസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ സെക്കൻഡ് പോയം നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, സിമിലർലി ദ സെക്കൻഡ് പോയം, പോയത്തിന്റെ നെയിം ഓഫ് ദ പോയം നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. കമ്പോസ്ഡ് ബൈ, ആരാണോ റൈറ്റർ, ഇറ്റ് വിൽ ബി ഗിവൺ ഹിയർ, റൈറ്റ്? സോ ആ ഒരു റൈറ്ററിന്റെ പേര്, പോയിന്റിന്റെ നെയിം നമ്മൾ ഇവിടെ കൊടുക്കുക. എക്സ്പ്ലോർസ്, നമുക്കത് വായിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ എന്താണ് കൺവേ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു തീം നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നോക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല കൊടുത്തോ. ഓക്കെ, ബോത്ത് പോയംസ് ആർ സ്കിൽഫുള്ളി സ്ട്രക്ചേർഡ്, നല്ല സ്ട്രക്ചേർഡ് പോയം ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ചിലപ്പോൾ ചില പോയംസ് അത്ര സ്ട്രക്ചേർഡ് ആയിരിക്കില്ല, മോസ്റ്റ് ഓഫ് ദി കേസിൽ അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ദ പോയറ്റ്സ് ഹാവ് മെയ്ഡ് ദെയർ വർക്ക്സ് എൻഗേജിങ് ആൻഡ് അപ്പീലിംഗ്, വളരെ എൻഗേജിങ് ആൻഡ് അപ്പീലിംഗ് ആയിട്ടാണ് പോയറ്റ്സ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, രണ്ട് പോയംസും. ഇനി ഇൻ ദ ഫസ്റ്റ് പോയം, അതായത് നമ്മൾ പഠിച്ച പോയം, കൺസിസ്റ്റ് ഓഫ് മെനി ലൈൻസ് ദാറ്റ് allow the reader to clearly understand the poet message. പോയറ്റിന്റെ മെസ്സേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറെ ലൈൻസ് ഉണ്ട്. പിന്നെ ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയാം. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ പോയം ക്യാരീസ് എ ഫിലോസഫിക്കൽ ടോൺ, അതൊക്കെ വേണമെങ്കിൽ തള്ളിയാൽ മതി കേട്ടോ. ആൻഡ് ഇറ്റ്സ് മീനിങ് ഇസ് ഈസി ടു ഗ്രാസ്പ്, അതിന്റെ മീനിങ് അല്ലെങ്കിൽ ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ എഴുതുക. മോർ ഓവർ the poet has included several interesting and inspiring lines include ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ എക്സാമ്പിൾ കൊടുക്കാം. മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു ഇഗ്നോർ ദ ഡെപ്ത് ആൻഡ് ബ്യൂട്ടി ഓഫ് ദിസ് പീസ്, ഇതൊക്കെ നിങ്ങൾ തള്ളിയാൽ മതി. ഓക്കെ, ഇനി ത്രൂ ദിസ് പോയം ദ പോയറ്റ് എഫക്റ്റീവ്ലി കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താന്നുള്ളത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ആൾക്കാരാണ്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോവുക, അതിനനുസരിച്ച് അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇൻ ദ സെക്കൻഡ് പോയം, ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡ് പോയം പറയുന്നു. ദ പോയറ്റ് ഡിസ്ക്രൈബ്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അവിടെയുള്ളത് പറയാം. ആഡിങ് അനദർ ലെയർ ഓഫ് ഡെപ്ത് ടു ദ തീം. The rhyme scheme of the poem is, ആ പോയത്തിന്റെ റൈം സ്കീം വിത്ത് റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അഡീഷണലി നിങ്ങൾക്ക് വി ക്യാൻ ഒബ്സർവ് വേരിയസ് പോയറ്റിക് ഡിവൈസസ് ലൈക്ക് alliteration. എന്നിട്ട് ഇവിടെ തന്നെ alliteration ഏത് ലൈനിലാണോ ഉള്ളത് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ തന്നെ കൊടുക്കാം. ഇനി assonance ഉണ്ടെങ്കിൽ assonanceന്റെ ലൈൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. Personification ഉണ്ടെങ്കിൽ അതിന്റെ ലൈൻസ്, മെറ്റഫർ, സിമിലി ഒക്കെ ഉണ്ടെങ്കിൽ ഓരോന്നും എക്സാമ്പിൾസ് ആയതും. അതേപോലെ ഇപ്പോൾ alliterationൽ ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സൗണ്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ വിച്ച് എൻഹാൻസ്, ഇതൊക്കെ എന്തിനാണ് ഈ പോയറ്റിക് ഡിവൈസസ് എന്തിനാണ്? enhance the poem's artistic quality. Okay, അപ്പോൾ examples must be included. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, examples include ചെയ്യണം. ഇനി the poem is enriched with vivid imagery, പോയത്തിലെ
കുറെ ധാരാളം ഇമേജസ് ഉണ്ട്, ഇൻക്ലൂഡിങ് വിഷ്വൽ ഇൻ ദ ലൈൻസ്, വിഷ്വൽ ഇമേജസ്. അത് ഏതൊക്കെ ലൈൻസിലാണെന്ന് വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസിന്റെ എക്സാമ്പിൾ നിങ്ങൾ അവിടെ കൊടുക്കുക. ആൻഡ് ഓഡിറ്ററി എലമെന്റ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഇനി ഓൾഫാക്ടറിയോ ടാക്ടൈൽ ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാം. മേക്കിംഗ് ഇറ്റ് മോർ റിതമിക്, കുറച്ചുകൂടെ റിതമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സെയിം കൺക്ലൂഷൻ നിങ്ങൾ യൂസ് ചെയ്താലും no matter. Okay, any listen, both poems are remarkable in their expression and literary style. The language used is simple and accessible, വളരെ simple and accessible ആയിട്ടുള്ള language ആണ്, yet rich with imagery and poetic elements. അതേപോലെ തന്നെ poetic elements imageries ആയിട്ട് വളരെ rich ആയിട്ടുള്ള ഒരു poem ആണ് രണ്ടും. The tone of the poem is well crafted, creating an impact on the reader. I believe both the poems have strong appeal and leave a lasting impression. Okay, you can use the same conclusion in both the poems, okay, while writing the poem comparison. Hope it is clear. Any poem comparison തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരെ സെയിം സ്കെച്ച് യൂസ് ചെയ്യുക, ഈ ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്യുക, എന്നിട്ട് എഴുതാൻ തുടങ്ങുക. ഓക്കെ, hope it is clear. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. That's all. Bye.